ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ട്രാവൽ തുമ്പി ചാനൽ. ഞാനിപ്പോൾ നിൽക്കുന്നത് സ്വീഡനിലെ മാൽമോ എന്ന പട്ടണത്തിലാണ്. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഡെൻമാർക്കിൽ നിന്ന് വന്നിട്ട് സ്വീഡനിലെ ലുണ്ട്, മാൽമോ എന്നീ സിറ്റികളൊക്കെ കണ്ടിരുന്നു. അതിനുശേഷം ഞാൻ സ്വീഡനിലെ തന്നെ മറ്റൊരു പട്ടണമായ ഗോത്തൻബർഗിലേക്കുള്ള യാത്രയാണിപ്പോൾ. ഗോത്തൻബർഗിലേക്കുള്ള ട്രെയിനിന്റെ പ്ലാറ്റ്ഫോം ഞാൻ കണ്ടുപിടിച്ചു. നേരെ അങ്ങോട്ട് നടന്നു. അല്പസമയം കഴിഞ്ഞപ്പോൾ ട്രെയിൻ സ്റ്റാർട്ട് ചെയ്തു. സ്വീഡിഷ് ഗ്രാമങ്ങളൊക്കെ പിന്നിട്ടുകൊണ്ടുള്ള ഒരു യാത്ര, മനോഹരമായ ഒരു യാത്രയാണ്. ഒരു 3-3.5 മണിക്കൂർ സമയമെടുക്കും. കുറച്ച് കഴിഞ്ഞപ്പോൾ ട്രെയിനിൽ നിന്ന് ഒരു അനൗൺസ്മെന്റ് കേട്ടു. ഞങ്ങളൊരു സ്റ്റേഷനിൽ ഇറങ്ങണം. അവിടെ നിന്ന് ഇനി ബസ്സിലാണ് ഞങ്ങൾക്ക് യാത്ര ചെയ്യേണ്ടത്. എല്ലാവരും അവിടെ ഇറങ്ങി. ബസ്സിലേക്ക് പോകേണ്ട ഡയറക്ഷൻസ് ഒക്കെ ഒരു സെക്യൂരിറ്റി ഓഫീസർ വന്ന് പറഞ്ഞു തന്നു. 2 ബസ്സുകൾ വന്നു. ഞങ്ങൾ ആ 2 ബസ്സുകളിലായിട്ട് എല്ലാ യാത്രക്കാരും കയറി. വീണ്ടും ബസ്സിലാണ് ഇനി ഗോത്തൻബർഗിലേക്ക് യാത്ര. ട്രെയിനിൽ കണ്ട കാഴ്ചയല്ല, ബസ്സിലിരിക്കുമ്പോൾ നമുക്ക് കൂടുതൽ ഗ്രാമങ്ങളും അതുപോലെ ആ പട്ടണങ്ങളൊക്കെ അടുത്ത് കാണാൻ പറ്റും. ഇപ്പോൾ പോകുന്നത് എനിക്ക് തോന്നുന്നത് ഒരു ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയൽ ഏരിയയിലൂടെയാണ്. കാരണം പല ഓട്ടോമൊബൈൽ, ഫോർഡ്, വില്ലീസ് തുടങ്ങിയ സ്ഥാപനങ്ങളൊക്കെ എനിക്കിവിടെ കാണാൻ പറ്റി. സ്വീഡിഷ് ഗ്രാമങ്ങളിലൂടെ ബസ് അങ്ങനെ കടന്നു പോവുകയാണ്. മാൽമോയിൽ നിന്ന് ഗോത്തൻബർഗിലേക്കുള്ള ഈ ട്രാക്കിൽ ചില സ്ഥലങ്ങളിൽ മെയിൻ്റെനൻസ് വർക്കുകൾ നടക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ നമ്മളെ ബസ്സിൽ കയറ്റി വിട്ടത്. എന്നാലും കുഴപ്പമില്ല. രാത്രി ഏകദേശം 9 മണിയോടെ ഹോട്ടലിലെത്താൻ പറ്റുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. പക്ഷേ പ്രതീക്ഷകൾക്ക് വിപരീതമായിട്ടാണ് ചില കാര്യങ്ങൾ സംഭവിക്കുന്നതല്ലോ. ഈ ബസ് ഒരു വലിയൊരു പാർക്കിംഗ് യാർഡിലോട്ട് കയറി. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇതായിരിക്കും സിറ്റി സെൻറ്ററിലേക്കുള്ള ഏറ്റവും അടുത്ത സ്റ്റോപ്പ്. പക്ഷേ ആ ബസ് അവിടെ വരെയുള്ളൂ. ഇനി ഞങ്ങൾ ഒരു ട്രെയിൻ കയറി വേണം പോകാൻ എന്നാണ് പിന്നീട് അറിഞ്ഞത്. ഇതെല്ലാം പറയുന്നത് ആ സ്വീഡനിലെ ആളുകൾ, കുറച്ച് ആളുകൾ ഇങ്ങനെ സ്വീഡിഷ് ഭാഷയിലേക്ക് സംസാരിക്കുന്നുണ്ട്. അവരെന്നോട് ഇംഗ്ലീഷിൽ എനിക്കത് പറഞ്ഞു തരും. ദൈവമേ, പണി കിട്ടിയല്ലോ എന്ന് വിചാരിച്ചായിരിക്കുകയാണ്. ഇതൊരു ഹെഡേ എന്നുള്ളൊരു സ്റ്റേഷനിലാണ് ഇപ്പോൾ നിർത്തിയിരിക്കുന്നത്. എന്നാലും എനിക്ക് വലിയ പരിഭ്രമമൊന്നുമില്ല, നമ്മൾ ഒറ്റയ്ക്കാണല്ലോ. അതുമാത്രമല്ല, നല്ല സൺലൈറ്റ് ഒക്കെ ഉള്ളതുകൊണ്ട് അവിടുത്തെ വീഡിയോസൊക്കെ എടുത്ത് കിടക്കാൻ ഒരു അവസരം കിട്ടിയെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ എന്നാലും രാത്രി വൈകുന്തോറും ചെറിയൊരു ടെൻഷൻ വന്നു തുടങ്ങി. പിന്നെ ട്രെയിൻ പണി മുടക്കിയത് കാരണം ഞങ്ങൾ ബസ്സിലേക്ക് കയറിയാണ് ഇവിടെ വന്നത്. ഇവിടെ എത്തി ഹെഡ് എന്ന് പറഞ്ഞ സ്റ്റേഷനിലെത്തിയപ്പോൾ ഇവിടെ നിന്ന് കുറച്ചും കൂടി ഉള്ളു ഗോത്തൻബർഗിലേക്ക്. പക്ഷേ ഇവിടെ എത്തിയപ്പോഴാണ് അറിയുന്നത് ഈ ഗോത്തൻബർഗിലേക്ക് ട്രെയിൻ എന്തോ വീണ്ടും പ്രശ്നം. പക്ഷെ ഇവിടെ ബോർഡൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. നോക്കട്ടെ, ട്രെയിൻ വരും നോക്കാം. അല്ലെങ്കിൽ എന്തെങ്കിലും ഫെസിലിറ്റി ഇവർ തന്നെ അറേഞ്ച് ചെയ്യണമായിരിക്കും നമ്മുടെ. പക്ഷെ ഇവിടെ നിന്ന് ഓഫീസ് ഇപ്പോൾ സമയം നേരം ഇങ്ങനെ വെളിച്ചം കണ്ടിട്ടോ വേറെ ഒന്നും വിചാരിക്കണ്ട. ഇപ്പോൾ ഏകദേശം 9 മണി ആയിക്കൊണ്ടിരിക്കുകയാണ് രാത്രി. ഗോത്തൻബർഗിലേക്കുള്ള ട്രെയിൻ നോക്കി അങ്ങനെ നിൽക്കുകയാണ്. വരില്ലേ? ഗോത്തൻബർഗ് വീണ്ടും നമ്മളെ ചതിച്ചു. ട്രെയിൻ വന്നില്ല. അവസാനം ഏതോ ഒരു നിമിഷത്തിൽ ഒരു ബസ് വന്നു. എൻ്റെ ഹോട്ടലിൻ്റെ അഡ്രസ്സൊക്കെ കാണിച്ചു. ആ ബസ് ആ വഴിക്കൊക്കെ പോകുന്നൊക്കെ പറഞ്ഞു. എങ്ങനെയൊക്കെയോ എന്നെ നാട്ടുകാരൊക്കെ സഹായിച്ച് ഞാൻ ഹോട്ടലിലെത്തി. നല്ല ക്ഷീണമായതുകൊണ്ട് നേരെ ഹോട്ടലിൽ കയറി കിടന്നു. പിറ്റേ ദിവസം എഴുന്നേറ്റ് ആ ക്ഷീണമൊക്കെ മാറ്റുന്നതിന് വേണ്ടി നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് ആ ഹോട്ടലിലുണ്ടായിരുന്നത്. തനത് സ്വീഡിഷ് സാലഡ്സ് ഒക്കെ കൂട്ടിയുള്ള ഒരു കിടിലൻ ബ്രേക്ക്ഫാസ്റ്റ്. സ്വീഡൻ ഫുഡുകളുണ്ടോ? ഇത് ഈ സംഭവം ഉണ്ടല്ലോ, ഇവൻ വില്ലനാണ്. ബേക്ക്ഡ് ലിവറാണ് ഈ കാണുന്നത്. എൻ്റെ അമ്മയെ കഴിച്ചിട്ടുണ്ടല്ലോ, എന്നോ ടേസ്റ്റാണോ. ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം ഞാൻ ഗോത്തൻബർഗ് നഗരത്തിലേക്ക് ഇറങ്ങിയാണ്. നഗരം ഒന്ന് ചുറ്റി നടന്ന് കാണണം. സ്ട്രീറ്റിലേക്ക് ഇറങ്ങി. ട്രാമുകളൊക്കെ ചിറിപ്പായുന്നുണ്ട്. പക്ഷേ നടന്നു തന്നെ കാണാനാണ് എനിക്കിഷ്ടം. റോഡിന്റെ പല ഭാഗങ്ങളിൽ മെയിൻ്റെനൻസ് വർക്ക് നടക്കുന്നത് ഒഴിച്ചാൽ വളരെ ശാന്തമായ ഒരു നഗരം തന്നെയാണ് കേട്ടോ ഗോത്തൻബർഗ്. അങ്ങനെ നമ്മൾ നടത്താൻ തുടങ്ങുന്നത് നഗരത്തിന്റെ ഹൃദയഭാഗത്തുള്ള രാജാവ് ഗുസ്താവ് രണ്ടാമൻ അഡോൾഫിന്റെ ഒരു പ്രതിമ കണ്ടുകൊണ്ടാണ്. ഒരു കുതിരപ്പുറത്തിരിക്കുന്ന വെങ്കല പ്രതിമയാണിത്. ഗോത്തൻബർഗ് നഗരത്തിന്റെ സ്ഥാപകനാണ് ഈ രാജാവ്. അതുകൊണ്ട് തന്നെ ഗോത്തൻബർഗിന്റെ പ്രധാനപ്പെട്ട ലാൻഡ്മാർക്കുകളിൽ ഒന്നാണ് ഈ ഒരു പ്രതിമ. അങ്ങനെ കുറച്ച് മുന്നോട്ട് നടക്കുമ്പോൾ ഒരു പാർക്കിന്റെ സൈഡിലേക്ക് എത്തി. ഈ പാർക്കിനെ വിളിക്കുന്ന പേര് നമുക്കങ്ങനെ പെട്ടെന്ന് പറയാൻ പറ്റില്ല. ട്രാഡ്ഗോട്സ് ഫോറിംഗ്നെങ് എന്നാണ് ഈ പാർക്ക് അറിയപ്പെടുന്നത്. നഗരത്തിന്റെ നടുവിലായിട്ടും ഇവിടെ എത്തുമ്പോൾ നമ്മൾ ശരിക്കും ഒരു വേറൊരു ലോകത്തെത്തിയ പോലെയാണ് തോന്നുക. നിറയെ പച്ചപ്പും പൂക്കളും നടപ്പാതകളെല്ലാം ഒരുക്കി വളരെ ശാന്തമായ ഒരു അന്തരീക്ഷം തന്നെയാണ്. അങ്ങനെ ഞാൻ വീണ്ടും നടന്ന് ഒരു മനോഹരമായ തെരുവിലേക്ക് എത്തി. ഇതിനെ വിളിക്കുന്ന പേരാണ് ഫ്രെഡ്സ് ഗാറ്റൻ സ്ട്രീറ്റ്. ശരിക്കും ഒരു ഷോപ്പിംഗ് സ്ട്രീറ്റ് ആണിത്. നഗരത്തിന്റെ ഹൃദയഭാഗത്ത് തന്നെയാണ് ഈ മനോഹരമായ ഷോപ്പിംഗ് സ്ട്രീറ്റ് ഉള്ളത്. ചെറിയ കഫേകളും അതുപോലെ സൊവിനിയേഴ്സ് ഒക്കെ വാങ്ങിക്കാൻ പറ്റുന്ന കടകളൊക്കെ ഇവിടെയുണ്ട്.
പഴയ യൂറോപ്യൻ ശൈലിയിലുള്ള കെട്ടിടങ്ങൾ ഈ തെരുവിന് ഒരു പ്രത്യേക ഭംഗി നൽകുന്നുണ്ട് കേട്ടോ. ഇവിടെ നടക്കുമ്പോൾ ഓരോ കോണിൽ നിന്നും നമുക്ക് ഫോട്ടോ എടുക്കാൻ തോന്നും. അത്രയ്ക്ക് ഭംഗിയുള്ള ഒരു സ്ഥലമാണിത്. ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് ഗോത്തൻബർഗ് നഗരത്തിന്റെ ജീവനാഡിയായ ഗോട്ട റിവറിന്റെ തീരത്തേക്കാണ്. ഈ തീരത്ത് കാണുന്ന ബിൽഡിങ്ങുകൾ കണ്ടില്ലേ? ആധുനിക ഗോത്തൻബർഗിന്റെ മുഖമായി മാറിക്കൊണ്ടിരിക്കുന്ന സയൻസ് പാർക്ക് ഏരിയയാണ് ഈ കാണുന്നത്. നിരവധി IT കമ്പനികളും അതുപോലെ സർവകലാശാല ക്യാമ്പസുകൾ, ഗവേഷണ കേന്ദ്രങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. പണ്ട് ഇത് കപ്പൽ നിർമ്മാണശാലകളുടെ പ്രദേശങ്ങളായിരുന്നു. അതിപ്പോൾ പല ഓഫീസുകളായിട്ടും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. സ്വീഡന്റെ ക്യാപിറ്റലായ സ്റ്റോക്ക്ഹോം കഴിഞ്ഞാൽ രണ്ടാമത്തെ വലിയ നഗരമാണ് ഈ ഗോത്തൻബർഗ്. വലിയ നഗരമാണെങ്കിലും അത്രയ്ക്ക് തിരക്കൊന്നും ഇവിടെ അനുഭവപ്പെടുന്നില്ല. വളരെ ശാന്തമായ അന്തരീക്ഷമാണ്. അപ്പോൾ ഇവിടുത്തെ ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്നത് ട്രാമുകളാണ്. എവിടെ നോക്കിയാലും നഗരത്തിന്റെ ഏതു ഭാഗത്തേക്കും ട്രാമുകൾ ഇങ്ങനെ ചീറിപ്പായുന്നുണ്ട്. വളരെ എളുപ്പത്തിൽ നമുക്ക് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എത്താനായിട്ട് ട്രാമുകളിൽ സഞ്ചരിച്ചാൽ മതി. അങ്ങനെ ആ കാഴ്ചകളൊക്കെ കണ്ടു നടക്കെ ഞാൻ സ്വീഡന്റെ യൂണിവേഴ്സിറ്റിയുടെ മുന്നിലെത്തി. സ്വീഡനിലെ ഗോത്തൻബർഗിലെ ഏറ്റവും പ്രശസ്തമായ സർവകലാശാലകളിൽ ഒന്നാണ് ഈ കാണുന്ന ഗോത്തൻബർഗ് യൂണിവേഴ്സിറ്റി. യൂണിവേഴ്സിറ്റി പരിസരത്തൊക്കെ ഒന്ന് കറങ്ങി നടന്നിട്ട് പിന്നീട് ഞാൻ വീണ്ടും നമ്മളുടെ ആ പഴയ സ്ട്രീറ്റിലേക്ക് നടന്നു. അവിടെ ഗുസ്താവ് രണ്ടാമൻ്റെ ആ വെങ്കല പ്രതിമയുണ്ടല്ലോ, അതിൻ്റെ താഴെ നിന്ന് കുറച്ച് പേർ ഇങ്ങനെ സംഗീതമൊക്കെ വായിക്കുന്നുണ്ടായിരുന്നു. അത് കേട്ട് ഞാൻ കുറച്ചു നേരം അവിടെ ഇരുന്നു. ഗോത്തൻബർഗ് നഗരത്തിൽ തന്നെ മനോഹരമായ ഒരു ഗ്രാമമുണ്ട്. ഹാഗ എന്നാണ് അതിൻ്റെ പേര്. ഇത് ഞാൻ ഇന്റർനെറ്റിൽ വായിച്ചിട്ടുണ്ട്. ആ ഗ്രാമം അന്വേഷിച്ച് നടക്കുകയാണ്. പല തെരുവുകളൊക്കെ പിന്നിട്ട് പല റോഡുകളിലൂടെ ഇങ്ങനെ മുന്നോട്ട് നടക്കുകയാണ്. ട്രാമുകളൊക്കെ നഗരമധ്യത്തിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സഞ്ചരിക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ ഒരു വലിയ റോഡിന്റെ മുന്നിൽ ഹാഗ എന്ന് എഴുതിയിരിക്കുന്ന ഒരു ബാനർ പോലെ കണ്ടു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇതാണ് ആ സ്ട്രീറ്റ്. ഞാൻ നേരെ ആ സ്ട്രീറ്റിലേക്ക് നടന്നു. ഏറ്റവും പഴക്കം ചെന്ന ഒരു ഗ്രാമമാണ് ഹാഗ. ശരിക്കും നമ്മൾ ഇതിനകത്തോട്ട് കയറി കഴിഞ്ഞാൽ ഒരു മിഡീവിയൽ ഗ്രാമത്തിൽ അല്ലെങ്കിൽ മിഡീവിയൽ പട്ടണത്തിൽ ചെന്ന ഒരു ഫീലാണ് നമുക്ക് കിട്ടുന്നത്. കല്ല് വിരിച്ച ചെറിയ വഴികൾ, നിറയെ മരവീടുകൾ, അതുപോലെ ജനലുകളിലൊക്കെ പൂച്ചെടികളൊക്കെ വെച്ച് അലങ്കരിക്കുന്ന വീടുകളാണത്. പിന്നെ ചെറിയ ബുട്ടീക് കടകൾ, കൈകൊണ്ടുണ്ടാക്കുന്ന സാധനങ്ങൾ, ഇതൊക്കെ വിൽക്കുന്ന ഷോപ്പുകളാണ് ഇവിടെ എല്ലാം കാണുന്നത്. എല്ലാം കൂടി ചേർത്താൽ ഒരു ശാന്തമായ അന്തരീക്ഷം തന്നെയാണ് കേട്ടോ. വാഹനങ്ങളുടെ ബഹളമൊക്കെ വളരെ കുറവാണ്. ആളുകൾ പതുക്കെ നടക്കുകയും കാപ്പി കുടിച്ച് സംസാരിക്കുകയും വഴിയരികിലിരുന്ന് സമയം ചെലവഴിക്കുകയും ചെയ്യുന്നു. ഇതൊക്കെ തന്നെയാണ് ഹാഗയുടെ പ്രധാനപ്പെട്ട കാഴ്ചകൾ. ഹാഗയിലേക്ക് ടൂറിസ്റ്റുകൾ വരുന്നതിന് വേറൊരു കാരണം കൂടിയുണ്ട്. ഇവിടെയുള്ള സ്ട്രീറ്റ് ഫുഡ്. നമ്മൾ വിചാരിക്കുന്ന പോലെ ചിക്കനോ മട്ടനോ ഫ്രഞ്ച് ഫ്രൈസ് അങ്ങനെയൊന്നുമല്ല. ഇവിടെയുള്ള പേസ്ട്രികൾ, കുക്കീസ്, ഇതായി കാണുന്നുണ്ടല്ലേ സിനമൺ ബൺ, ഇവിടുത്തെ ഏറ്റവും ഫേവറേറ്റ് ഐറ്റമാണ്. എല്ലാ ഷോപ്പുകളിലും ഇതിൻ്റെ വിൽപ്പന കാണാൻ പറ്റും. ശരിക്കും പറഞ്ഞാൽ ഹാഗയുടെ ഭംഗി എന്ന് പറയുന്നത് അവിടെയുള്ള കെട്ടിടങ്ങളുടെയോ അല്ലെങ്കിൽ ആഡംബരത്തിൻ്റെയോ അല്ല, വളരെ ഗ്രാമീണമായ അന്തരീക്ഷമാണ്. ചെറിയ തെരുവുകൾ, പഴയ മരവീടുകൾ, കഫേകളിൽ നിന്ന് പരക്കുന്ന കാപ്പിയുടെ മണം, ഇതൊക്കെ അനുഭവിച്ചുകൊണ്ട് ഈ തെരുവുകളിലൂടെ ഇങ്ങനെ നടക്കുക എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത അനുഭവം തന്നെയായിരിക്കും. ഒരു ഷോപ്പിൽ നിന്ന് കുറച്ച് കുക്കീസും അതുപോലെ സിനമൺ ബണ്ണൊക്കെ ഞാൻ വാങ്ങിച്ചു. ഇന്നത്തെ ലഞ്ച് എങ്ങനെയാവട്ടെ. അതെല്ലാം കഴിച്ചുകൊണ്ട് ആ ഹാഗ വില്ലേജിന്റെ സൗന്ദര്യം ആസ്വദിച്ച് ഞാൻ ആ ഓരോ സ്ട്രീറ്റുകളിലൂടെ ഇങ്ങനെ നടക്കുകയാണ്. സാഗ വില്ലേജിന്റെ സ്ട്രീറ്റുകളിലൂടെ ഇങ്ങനെ നടക്കുകയാണ്. ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് ഇങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴാണ് ഞാൻ എവിടെയോ വായിച്ചിരുന്നു ഈ വില്ലേജിന്റെ അടുത്തായിട്ട്, അതായത് സിറ്റിയുടെ അടുത്തായിട്ട് ഒരു ചെറിയ ട്രെക്കിംഗ് സ്ഥലമുണ്ട്. സ്കാൻസൺ സ്ക്രോണൻ എന്നാണ് ആ ട്രെക്കിംഗ് സ്ഥലം. ഞാൻ നേരെ അവിടേക്ക് നടക്കുകയാണ്. സ്ഥലം കണ്ടുപിടിച്ചു കഴിഞ്ഞു. ചെറിയൊരു ഹിൽ ഏരിയയാണ്. നഗരത്തിന്റെ നടുവിലാണെങ്കിലും ഈ കയറ്റം കണ്ടാൽ ഒരു ട്രെക്ക് ഫീൽ തന്നെ കിട്ടും. നമുക്കത് മുകളിലോട്ട് പോയാലോ? ഇവിടെ നോക്കൂ, മുഴുവൻ കല്ലുപടികളാണ്. അധികം ബുദ്ധിമുട്ടുള്ള ട്രെക്കൊന്നുമല്ല, പക്ഷേ
കുറച്ച് കയറുമ്പോഴേക്കും നമ്മുടെ ഹാർട്ട് ബീറ്റ് ഒക്കെ ഒന്ന് കൂടുന്നുണ്ട് കേട്ടോ. ഇടയ്ക്ക് ചില വ്യൂ പോയിന്റ്സ് ഒക്കെ കാണാൻ പറ്റും. ആ വ്യൂ പോയിന്റിലൂടെ നോക്കുമ്പോൾ ഗോതൻബർഗ് നഗരത്തിന്റെ നല്ല കാഴ്ചകളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ശരിക്കും ശാന്തമായ ഒരു സ്ഥലം തന്നെയാണിത്. ഒരു സൈഡിൽ പച്ചപ്പും മറു സൈഡിൽ പഴയ യൂറോപ്യൻ സ്റ്റൈൽ വീടുകളൊക്കെ കണ്ട് അങ്ങനെ ഒരു പ്രത്യേക വൈബാണ് ഈ ട്രെക്ക് ചെയ്യാനായിട്ട്. ഫൈനലി ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ സ്കാൻസൻസ് ക്രോണിന്റെ ഏറ്റവും ടോപ്പിലെത്തിയിരിക്കുകയാണ്. മുകളിൽ നമ്മളെ വരവേൽക്കുന്നത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു കോട്ടയാണ്. മുഴുവനായും കല്ലുകൾ കൊണ്ട് നിർമ്മിച്ച ഒരു ചെറിയൊരു കോട്ടയാണിത്. എന്നാൽ എന്നെ അതിലും കൂടുതൽ ഇംപ്രസ് ചെയ്തത് ഇവിടെയുള്ള കാഴ്ചയാണ്. ഗോതൻബർഗ് നഗരം ഒരു പോസ്റ്റ് കാർഡ് പോലെ നമ്മൾ കാണുന്നു. ചുവന്ന മേൽക്കൂരയുള്ള വീടുകൾ, ദൂരെയുള്ള പോർട്ട്, ചർച്ചുകളുടെ ടവറുകൾ എല്ലാം ഒറ്റ ഫ്രെയിമിലാണ് കേട്ടോ. ഇവിടെ കുറച്ച് സമയം ഇരുന്ന് ഈ കാറ്റും അതുപോലെ ഈ വ്യൂ ഒക്കെ ആസ്വദിച്ചാൽ തന്നെ സമയം പോകുന്നത് ഒട്ടും അറിയില്ല. ഫോട്ടോ എടുക്കാൻ പറ്റിയ ഒരു പെർഫെക്റ്റ് സ്പോട്ട് കൂടിയാണിത്. അപ്പോൾ ഗോതൻബർഗിൽ നിങ്ങൾ വരികയാണെങ്കിൽ സ്കാൻസൻസ് ക്രോണൻ ഒരിക്കലും മിസ് ചെയ്യരുത്. ചെറിയൊരു ട്രെക്കാണ്, അരമണിക്കൂർ കൊണ്ട് നമുക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റും. അങ്ങനെ ആ കോട്ടയുടെ പരിസരത്തേക്ക് ഒന്നുകൂടെയൊക്കെ നടന്ന് ഞാൻ പതുക്കെ മലയിറങ്ങി. ഞാനിപ്പോൾ ഗോതൻബർഗിലെ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്ന് എൻ്റെ യാത്ര ഇനി നോർവേയിലെ ബെർഗനിലേക്കാണ്. അപ്പോൾ നേരിട്ട് ഇവിടെ നിന്ന് സർവീസ് ഇല്ല. അതുകൊണ്ട് ഓസ്ലോ എന്നുള്ള നോർവേയുടെ ക്യാപിറ്റലിൽ ചെന്നിട്ട് വേണം ബെർഗനിലേക്ക് പോകാനായിട്ട്. അങ്ങനെ ഗോതൻബർഗിൽ നിന്ന് ഒരു 3-3.5 മണിക്കൂർ നീളുന്ന ആ യാത്രയിലേക്ക് ഞാൻ കടന്നിരിക്കുകയാണ്. ഗോതൻബർഗിൻ്റെ പട്ടണങ്ങളൊക്കെ പിന്നിട്ടിട്ട് പല ഗ്രാമീണ പ്രദേശങ്ങളെല്ലാം കവർ ചെയ്താണ് ഇപ്പോൾ പോകുന്നത്. ട്രോൾഹാറ്റൻ, അതുപോലെ ഓക്സനേഡ് എന്നുള്ള ഗ്രാമങ്ങളൊക്കെ പിന്നിട്ട് ഇപ്പോൾ എഡ് എന്നുള്ളൊരു പ്രധാന പട്ടണത്തിലേക്ക് എത്തുകയാണ്. ഈ പോകുന്ന വഴിയൊക്കെ നല്ല കാഴ്ചകളുണ്ട്. സമയം രാത്രി 7 മണി കഴിഞ്ഞിരിക്കുന്നു. എന്നാലും നല്ല സൺലൈറ്റ് ഉണ്ട്. അതുകൊണ്ട് നല്ല പൈൻമരങ്ങൾ നിറഞ്ഞ കാടുകൾ, ഇടയ്ക്കിടെ കാണുന്ന തടാകങ്ങൾ, ചെറിയ ഗ്രാമങ്ങൾ, ഇതെല്ലാം കണ്ടുകൊണ്ടാണ് നമ്മൾ ഈ യാത്ര ചെയ്യുന്നത്. എഡ് എന്ന പട്ടണത്തിലൂടെയാണ് ട്രെയിൻ ഇപ്പോൾ കടന്നു പോകുന്നത്. ഈ മേഖലയിലെ ഏറ്റവും സുന്ദരമായൊരു പ്രദേശമാണ് എഡ്. നിരവധി വനപ്രദേശങ്ങളും തടാകങ്ങളൊക്കെയുള്ള വളരെ ശാന്തസുന്ദരമായ ഒരു ഗ്രാമമാണിത്. എഡ് പിന്നിട്ടാൽ പിന്നീട് നമ്മൾ വൈകാതെ സ്വീഡൻ നോർവേ അതിർത്തി കടക്കുകയാണ്. യൂറോപ്പിലെ ഷെങ്കൻ രാജ്യങ്ങൾക്കിടയിൽ യാത്ര ചെയ്യുന്നതിനാൽ ഈ അതിർത്തി കടക്കുന്നതൊന്നും നമ്മൾ അറിയുന്ന പോലുമില്ല. മൊബൈലിലെ നെറ്റ്വർക്ക് മാറുന്നു, അതുമാത്രമാണ് നമ്മൾ വേറൊരു രാജ്യത്തേക്ക് കടന്നു എന്നുള്ളതിന് തെളിവായിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ ഈ സഞ്ചരിക്കുന്നത് ജൂലൈ മാസത്തിലാണ്. സമയം ഇപ്പോൾ ഏകദേശം 8 മണി കഴിഞ്ഞ് 9 മണിയോട് അടുക്കുന്നു. എന്നിട്ടും നിങ്ങൾ ഈ ലൈറ്റ് നോക്കിയേ, സൺലൈറ്റ് കണ്ടോ? യെസ് ഫ്രണ്ട്സ്, ഈ യാത്രയെ ഏറ്റവും കൂടുതൽ മനോഹരമാക്കുന്നത് ഈ ജൂലൈ മാസത്തെ യാത്ര തന്നെയാണ്. വൈകുന്നേരം 8 മണിയായിട്ടും സൂര്യന്റെ വെളിച്ചം ഇപ്പോഴും നോക്കൂ. ആ സ്വർണ്ണ നിറമുള്ള വെളിച്ചത്തിൽ കാടുകളും തടാകങ്ങളും ഗ്രാമങ്ങളൊക്കെ കൂടുതൽ മനോഹരമായിട്ടാണ് എനിക്ക് തോന്നിയത്. പകൽ അവസാനിക്കാത്തതുപോലുള്ള ഈ അനുഭവം സ്കാൻഡിനേവിയയുടെ വേനൽക്കാലത്തിന്റെ ഒരു പ്രത്യേകത തന്നെയാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ റിഗി എന്നുള്ളൊരു പട്ടണത്തിലെത്തിയിരിക്കുകയാണ്. ഓസ്ലോയ്ക്ക് തൊട്ടു മുമ്പുള്ള നോർവേയിലൊരു പട്ടണമാണ് റിഗി. ആ റിഗിയിലെ കാഴ്ചകളും ഏകദേശം ഇതുപോലെയൊക്കെ തന്നെയാണ്. പുറം കാഴ്ചകളെല്ലാം ഒരുപോലെ ഇരിക്കും. അങ്ങനെ അവസാനം ഓസ്ലോ സെൻട്രൽ സ്റ്റേഷനിലേക്ക് അടുക്കാറായിരിക്കുന്നു. ആളുകളൊക്കെ പല പല വിനോദങ്ങളിലൊക്കെ ഏർപ്പെട്ടിരിക്കുകയാണ് യാത്രയുടെ ആ മുഷിപ്പ് മാറാനായിട്ട്. സ്വീഡിഷ് ഗ്രാമങ്ങളിലെ കൃഷിയിടങ്ങളും അതുപോലെ അവിടെയുള്ള സംഭരണശാലകൾ, അതുമാത്രമല്ല തനത് സ്കാൻഡിനേവിയൻ വീടുകളൊക്കെ കണ്ടുകൊണ്ടുള്ള ആ ഗ്രാമീണ യാത്ര അവസാനിക്കുന്നത് ഓസ്ലോയിൽ എത്തുമ്പോഴാണ്. എനിക്കിനി 11 മണിക്കാണ് ട്രെയിൻ. 10 മണിയാകുമ്പോഴേക്കും ഓസ്ലോയിൽ എത്തും. ഇനി ബെർഗനിലെ കാഴ്ചകളുമായിട്ട് അടുത്ത ആഴ്ച വരാം. ബൈ ബൈ.